ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നല്ലൊരു മട്ടൻ ബിരിയാണിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഒരുപാട് സമയം ദമ്മ് ഇട്ടിട്ട് സമയം കളയേണ്ടതല്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് സവാള, ഒരു 2 ടേബിൾ സ്പൂണോളം സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി കുക്കറിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഉപയോഗിച്ച ഈ ഒരു പച്ചമുളകിന് നല്ല എരിവാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായി വഴറ്റിയ ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഒരു 3-4 പീസ് കറാമ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ മട്ടനിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. നമ്മൾ തക്കാളി ഒന്നും വെന്ത് ഉടയേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ മട്ടനാണ്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. 1 കിലോ മട്ടൻ എന്ന് പറഞ്ഞാൽ 8 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പകുതി മാത്രമാണ് ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് പൊടിക്കുന്ന കുരുമുളക് പൊടിയാണ് ഇങ്ങനത്തെ ഒക്കെ റെസിപ്പി വെക്കുമ്പോൾ നല്ലത്. നല്ലൊരു സ്മെല്ലായിരിക്കും അങ്ങനെ ആകുമ്പോൾ. ഇനി ഇത് നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മട്ടൻ തന്നെ കുറച്ച് വെള്ളം ഒഴുകി വരും. ഓരോ മട്ടൻ്റെ വേവും വ്യത്യാസമാണ്. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു മട്ടന് എനിക്ക് ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ബിരിയാണി വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് 2 സവാളയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ മാറണമെന്നില്ല, ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. അപ്പോൾ സവാളേൻ്റെ കളർ ലൈറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം ഒരുപാട് ഓയിലോ നെയ്യോ ചേർക്കാറില്ല. കാരണം മട്ടനിൽ തന്നെ നല്ല നെയ്യ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു നെയ്യിൽ തന്നെ വെച്ചാലാണ് അധികം അതിൻ്റെ നെയ്യൊന്നും കളയാതെ അതിൽ വെച്ചാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അധികം നമ്മൾ സവാളയും ചേർക്കാറില്ല, കാരണം നമ്മൾ ആ ഒരു രീതിയിലാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് കുക്കറിൽ വേവിക്കുന്ന സമയത്ത് അതിലേക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 സവാള തന്നെ ഇതിൽ ധാരാളമാണ്. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് പെരുംജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്തത് 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ്. ആ ഒരു ഗരം മസാല വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇത് വെന്ത് ഉടഞ്ഞ് കിട്ടുന്ന പോലെയാണ് നമുക്ക് വേണ്ടത്. തക്കാളിയും സവാളയൊക്കെ ഒന്ന് കുഴമ്പ് രൂപത്തിലാവണം. അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കൂടുതൽ ഗ്രേവി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളിത് വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവി എടുത്ത് അതിൽ നമ്മൾ ചോറ് വേവിച്ചെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ വറ്റിച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്തത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ വറ്റി കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും വറ്റിച്ചെടുത്താൽ മതി. ഓവർ വറ്റിച്ചെടുത്താൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അടിയിൽ പിടിച്ചു കൂട്ടുക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ ചോറും കൂടി വെച്ചിട്ടുണ്ട്. റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയ ശേഷം നമ്മൾ ഇനി ദം ചെയ്യുക. ദം ചെയ്യുന്ന സമയത്ത് ഞാൻ അധികം അടിഭാഗത്ത് കുറച്ച് മസാലയാണ് ഇടുന്നത്. ബാക്കിയൊക്കെ മുകളിലിട്ട് ഇടുന്ന അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതാ കുറച്ച് മസാല എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മസാല ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഫുള്ളായിട്ട് ഇടുന്നില്ല, പകുതി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിയിലയും പുതിനയിലയും അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി ചോറ് ഇട്ടതിന് സമയത്ത് ഞാനിതാ ഇതുപോലെ മല്ലിയില ഇട്ടു, പിന്നെ കുറച്ച് പുതിന ഇട്ടു, പിന്നെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇത് വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന ഗരം മസാല അതുകൊണ്ടാണ് ഈ ധൈര്യത്തിലിടുന്നത്. മാർക്കറ്റിൽ വാങ്ങുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, ഒരു ഭയങ്കര സ്മെല്ലാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം യൂസ് ആക്കാത്ത. പിന്നെ നമ്മൾ ബാക്കി വന്ന ചോറൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നല്ല ലെവലാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല നമ്മൾ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊരു മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മട്ടന് കുക്കറിലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഈസിയാണ്. പിന്നെ ഇതുപോലെ ഇട്ടതിന് ശേഷം ഞാൻ ദമ്മിടാൻ വെക്കുക. ദമ്മിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അത്രയും ടൈം ഇല്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സീക്രട്ട്. ഇത് നമ്മൾ ബിരിയാണിയൊക്കെ മിക്സാക്കി ബാക്കി വന്ന ബിരിയാണി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. പിറ്റേ ദിവസം അതെടുത്ത് വീണ്ടും ചൂടാക്കും. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഈ ഒരു ചോറിൽ നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ തന്നെ ആക്കിയിട്ട് ആ ഒരു ദമ്മിടാം എന്ന് വിചാരിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ലൊരു ഫ്ലേവറായിരുന്നു ഇതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ചെയ്തതുകൊണ്ട്. അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ഇത് 5 മിനിറ്റും കൂടെ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആക്കി ഉടനെ എടുക്കാൻ പാടില്ല, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു കൂട്ടത്തിലാണ് ഇതും പെട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലും കൂടി വേണ്ടി സെർവ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സാലഡ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ തന്നെ മതി കേട്ടോ. ചാനലിൽ ഒരുപാട് ടൈപ്പുള്ള ബിരിയാണി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പുള്ള ബിരിയാണി ഉണ്ട്. ബിരിയാണി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് അതിലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.